ഉറപ്പായിട്ടും വിവേകിനും അങ്ങനത്തെ എക്സ്പീരിയൻസസ് കാണും. കാരണം എല്ലാവരും നല്ലപോലെ ബിഹേവ് ചെയ്യില്ല, ചിലർ അപ്പോയിൻമെന്റ് ടൈമേ തരൂല, ചിലർ മറ്റേ നമ്മൾ പറയണ മരുന്ന് എഴുതൂല. അപ്പൊ അങ്ങനെ പിന്നെ കട്ട കോമ്പറ്റീഷൻ ആണല്ലോ. നമ്മൾ ഇപ്പോഴും ഹോസ്പിറ്റൽസിൽ പോയാൽ കാണാം ഈ ടൈയൊക്കെ ആയിട്ട് പയ്യന്മാർ മറ്റേ ടൈമിങ്ങും കാത്തിരിക്കും, പിന്നെ എന്തോരോ സോപ്പിട്ട് ഇൻസെന്റീവ് ഇതാക്കി, അങ്ങനത്തെ ഒരു മേഖലയാണ്. പക്ഷെ ഫ്രൂട്ട്സ് ഉണ്ട്. നമ്മളെ കിടിലായി കഴിഞ്ഞാൽ ഏറ്റവും നല്ല ജോബുമാണ് ഈ ലോകത്തിലെ ഏറ്റവും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വളരാൻ പറ്റുന്ന ഇൻസെന്റീവ് കിട്ടുന്ന വേറെ ജോലിയില്ല. പക്ഷെ അത് അങ്ങനത്തെ ആൾക്കാരെ കൊണ്ടേ പറ്റൂ. പിന്നെ ലക്ക് ഒരു ഭയങ്കര ഫാക്ടറാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയുണ്ടായിരുന്നു ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഇപ്പം പഴയ GM ഒക്കെ പറഞ്ഞ പോലെ ഫീൽ ചെയ്യാറുണ്ടോ? ആ മേഖലയിൽ നിന്നിരുന്നെങ്കിൽ ഫിനാൻഷ്യലി ഇതിനെക്കാട്ടി കിടിലാവുമെന്നും. ഉറപ്പായിട്ടും അതൊരു എന്താണ് അതിന്റെ ഒരു അഭിപ്രായം? ഫിനാൻഷ്യലി ഭയങ്കര ഈ പറഞ്ഞ പോലെ സ്റ്റേബിൾ ആയെന്ന്. ഇപ്പം ഞാൻ ആ വർക്കിംഗ് കരിയർ ആയിരുന്നു ഞാൻ ചൂസ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ പ്രൊമോഷനൊക്കെ ആയിട്ട് ചിലപ്പോൾ ഇപ്പം ഈ റീജിയണൽ മാനേജറോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ ഹെഡോ ഒക്കെ ആയേനെ. പക്ഷേ ലക്ഷങ്ങളൊക്കെ സാലറി വാങ്ങിക്കുന്ന ഒരു പൊസിഷനിൽ എത്തിയത്. പക്ഷേ സംഭവം എന്താ വെച്ചാൽ നമുക്ക് മനസ്സമാധാനം എന്നൊരു സംഭവം നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ഭയങ്കര വർക്ക് പ്രഷറാണ്, ടാർഗറ്റ്, വർക്ക് പ്രഷർ. അത് കിട്ടിയിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യലി നല്ല സെറ്റപ്പ് ആയേനെ, സ്റ്റേബിൾ ആയേനെ. പക്ഷേ ചിലപ്പം നമുക്ക് മാനസികമായിട്ട് നമുക്കൊരു സന്തോഷമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ ആ ഒരു എക്സ്പീരിയൻസ് കുറെ ഹെൽപ്പ് ചെയ്ത് കാണൂല്ലേ ലൈഫില്? ഒരുപാട് തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറയുന്ന പോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി.